ഹലോ വ്യൂവേഴ്സ്, മെറി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടേ ഗീ റൈസും ചിക്കൻ കറിയും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൻ വെച്ചു സ്റ്റൗവിൽ. പെരുംജീരകം ഇട്ടു. പെരുംജീരകത്തിന് നല്ല സ്മെല്ലാണ് വരുന്നത്. എന്നിട്ട് അതിലേക്ക് സവാളയും തക്കാളിയും ഇടണം. സവാള ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും കുറച്ച് നമ്മൾ ഇടണം. ഉപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് കുക്ക്ഡാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത്. എന്നിട്ട് അതിലേക്ക് ഇനി തക്കാളി ഇടണം. തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിടണം. വെളുത്തുള്ളി ഇഞ്ചി ഞാൻ കല്ലിൽ വെച്ച് തന്നെ ചതച്ചിട്ടാണ് ഇടുന്നത്. അത് ഒരു സ്പൂണ് അതിലേക്ക് ആഡ് ചെയ്തു. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ പെട്ടെന്ന് വഴന്ന് വരുന്നത് കണ്ടോ, അത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ടാണ്. പിന്നീട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുറച്ച് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തതിന് ശേഷമാണ് ഇത് കുറച്ച് നമുക്കിങ്ങനെ ഗ്രേവി ടൈപ്പായിട്ട് കിട്ടും. അപ്പം അത് നമ്മൾ ഒരു മുളകിൻ്റെ ഒരു കുത്തലൊക്കെ അങ്ങനെയാണെങ്കിൽ മാറിക്കിട്ടും. ആദ്യം തന്നെ വറുത്താണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ. പിന്നെ അതിലേക്കാണ് നമ്മൾ കുറച്ച് മല്ലിയില ഇടണം. മല്ലിയില ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സ്മെല്ല് നമുക്ക് തന്നെ കിട്ടും. അപ്പം എപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആസ്വദിച്ച് ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ചിക്കൻ ഇടാൻ പോകുന്നത്. ചിക്കൻ ഞാൻ കുക്കറിലൊന്നും വേവിക്കാതെയാണ് ഇടുന്നത്. ശരിക്കും സ്ലോ കുക്കിംഗ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. നമ്മളിപ്പോൾ കുക്കറിലൊക്കെ ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ ഗ്രേവിയിലേക്ക് നമ്മൾ ഇത് ഇടുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതിലേക്ക് ആ ഒരു ഫ്ലേവർ ആ ചിക്കനിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങും. പിന്നെ വെള്ളം അറിയാലോ, എല്ലാവരും ചിക്കൻ കുക്ക് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും അതിലേക്ക് ഒഴിക്കരുത്. കാരണം വേവുമ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം ഊറി വരും. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ലിഡ് വെച്ച് ഇത് കവർ ചെയ്ത് വയ്ക്കാം. പിന്നെ അതങ്ങ് ആയിക്കോളും. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് അത് കുക്ക്ഡ് ആവട്ടെ. ഞാൻ തേങ്ങ വറുത്തരച്ച് വെക്കാനാണ് ഉദ്ദേശിച്ചത്. കാരണം അതിനാണ് എൻ്റെ വീട്ടിൽ ഡിമാൻഡ് കൂടുതൽ, തേങ്ങ വറുത്തരച്ച കറിക്ക്. അപ്പോൾ നാളികേരം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ നല്ലതാണ്. നെർവ്സിനൊക്കെ വളരെ നല്ലതാണ്. നെർവിനൊക്കെ നല്ല ശക്തി കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പുറത്ത് ചിക്കൻ ഫ്രൈക്ക് നല്ല ഡിമാൻഡാണ്. ഹസ്ബൻഡിനും മോൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് പണികളൊക്കെ നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ മുളകും ഉപ്പും ഒക്കെ പിടിച്ചോളും. നാളികേരം ഇവിടെ ഒരു ഇതാ കണ്ടില്ല, ബ്രൗൺ കളറായി വരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. ഞാനെപ്പോഴും മല്ലിപ്പൊടി കുറച്ച് അധികം ആഡ് ചെയ്യും. കാരണം ചിക്കൻ വറുത്തരച്ച കറിക്ക് അത് ഭയങ്കര ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ചിക്കൻ മസാല കുറച്ച് കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ്. പിന്നെ കാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നവരുണ്ട്, അങ്ങനെ വെച്ചാലും നല്ലതാണ്. നിങ്ങളൊക്കെ പല പല രീതിയിലായിരിക്കും നിങ്ങൾ വീടുകളിൽ വെക്കുന്നത്. ഇപ്പോൾ എൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. അപ്പം അത് ശരിയായി. അപ്പോൾ അത് ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വേറൊരു പാത്രത്തിൽ നെയ്യും കുറച്ച് സവാളയും പിന്നെ നട്ട്സും കിസ്മിസും ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ഗീ റൈസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഗീ റൈസിനുള്ള ഇതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗീ റൈസിന് കൈമ റൈസാണ് പൊതുവെ എടുക്കാറ്. ഇപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത്. അതവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഈ നമ്മളെ ഈ വറുത്ത് വെച്ച നാളികേരം റെഡി ആയിട്ടുണ്ട്. അത് അരയ്ക്കാൻ പോവുകയാണ്. അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യണം. കറി കണ്ടോ ഇപ്പോൾ കുക്ക്ഡായിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യും. അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് അരച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കഴുകി അതൊക്കെ അതിലേക്ക് ഒഴിക്കണം. കാരണം എപ്പോഴും വെള്ളം ആഡ് ചെയ്യുമ്പോൾ പച്ചവെള്ളം ആഡ് ചെയ്യാതെ നമ്മൾ ചെറു ചൂടുവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അതൊക്കെ ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. ആഡ് ഓൺ ആണ് ഓരോ കറിക്കും. അപ്പം എന്നിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അതൊന്ന് ലിഡ് ചെയ്യാം. ലിഡൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. ലിഡ് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പം അതൊന്ന് തിളച്ച് അതൊന്ന് സിങ്ക് ആവട്ടെ എല്ലാതും കൂടി. അപ്പോഴേക്കും നമുക്ക് നമ്മളെ പരിപാടികളിലേക്ക് കിടക്കാം. നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഗീ റൈസിൻ്റെ. അതിലേക്ക് ഞാൻ അരി കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി അതിലേക്ക് എടുത്തിടുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പിടണം. കുറച്ച് ചെറുനാരങ്ങ നീരും നമ്മൾ
ഉറ്റിക്കണം. എന്നുവെച്ചാൽ ചെറുനാരക നീര് ആ റൈസ് തമ്മിൽ കൂടി പിടിക്കാതിരിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കറി റെഡിയാണ്. അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് സ്റ്റൗവിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണേ നമ്മളുടെ ചിക്കൻ. ഇതാണ് ഇവിടുത്തെ മോസ്റ്റ് ഡിമാൻഡഡ് വൺ എന്നൊക്കെ പറയാം. അത്രയ്ക്കും ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം ഹസ്ബൻഡിനും മോൾക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടം ഈ ഫ്രൈഡ് ചിക്കനാണ്. അപ്പം അത് അങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിക്കുകയാണ്. കരിയാനും പാടില്ലല്ലോ. അപ്പം അത് നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ റൈസ് റെഡിയാണ്. ഇനി ചിക്കനും കൂടി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ റൈസും റെഡിയായി, ചിക്കൻ കറി വറുത്തരച്ചത് റെഡിയായി. ഇനി ഫ്രൈ നമ്മൾ പാത്രത്തിലേക്ക് കോരിയെടുക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് കുക്കായി, കുഴപ്പമില്ല അല്ലേ. അപ്പം ഇനി നമ്മൾ എടുക്കുകയാണ്, നമ്മൾ സെർവ് ചെയ്യാണ് ഒരു പാത്രത്തിലേക്ക്. നന്നായി കുക്കായിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി കൂടി ഉണ്ടാക്കിയാൽ മതി. ആ ചമ്മന്തിക്ക് ഞാൻ നാളികേരവും ബാക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ചാൽ മതി. നാളികേരം, ഇഞ്ചി, പച്ചമുളക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതതാ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി നോക്കൂ, ഹോട്ടൽസിൽ നിന്നും കൂടി നമുക്ക് ഇത്രയും നല്ല ചിക്കൻ കറി നമുക്ക് കിട്ടില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ്. കളറൊക്കെ കണ്ടില്ലേ, നല്ല തേങ്ങ വറുത്തരച്ച കറി കണ്ടോ. നല്ല സ്വാദിഷ്ടകരമായ ചിക്കൻ ഫ്രൈ, നല്ല രസമായിട്ട് നല്ല സ്വാദിഷ്ടകരമാണ്. ഒന്ന് ചെയ്ത് നോക്കൂ വീട്ടിലിങ്ങനെയൊക്കെ. നമ്മൾ സ്വാദിഷ്ടകരമായ ക്രിസ്മസ് ലഞ്ച് റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതുവരെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.